നമ്മൾ ആരും അത്ര കണ്ട് ബലമുള്ളവരോ ധൈര്യമുള്ളവരാകണമെന്നില്ല എല്ലാ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും. അവിടെ പൗലോസ്ലീഹ നമുക്കൊരു വചനം തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് വചനം തന്നിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ അസ്വസ്ഥതകളും ബാഹ്യ മനുഷ്യൻ പരിക്കേൽക്കുന്ന എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നതിന് കാരണം പറഞ്ഞതെന്നറിയാവോ? ഈ ലോകത്തിന്റെ ക്ലേശങ്ങൾ നിസ്സാരമാണ്, ക്ഷണികമാണ്. എന്നാൽ വരാനിരിക്കുന്ന മഹത്വം അതെന്ന് നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ വരാൻ പോകുന്ന, ലഭിക്കാൻ പോകുന്ന ഒരു മഹത്വത്തിലേക്ക് ഇങ്ങനെ കൃത്യമായി ഒരു ദർശനം കിട്ടാത്ത ഒരാൾക്ക് ഈ ലോക ജീവിതത്തിന്റെ ഞെരുക്കങ്ങളൊക്കെ മടുപ്പനുഭവപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് എത്തിക്കും. ഇത് ക്ഷണികമാണെന്നും നിസ്സാരമാണെന്നും അല്ലെ സങ്കീർത്തകൻ പറഞ്ഞ പോലെ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷം. അതിൽ കൊള്ളൊന്നും ആരും സഹിക്കേണ്ടി വരികയല്ല കേട്ടോ. ചിലവരൊക്കെ ചിലപ്പോൾ അതിപ്പൊക്കെ സഹിക്കേണ്ടി വരും. 90, 95 ഒക്കെ പോവായിരിക്കും. അതിലൊരു 90 വയസ്സ് വരെയൊക്കെ സഹിക്കേണ്ടി വരുള്ളൂ. ഇത്രയും നാള് സഹിക്കേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അടുക്കരുത്, ജീവിതത്തോട് മടുപ്പ് തോന്നണം. അതായത് ഒരിക്കൽ പോലും ചിന്തിക്കരുത് എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്, എല്ലാം കൂടെ അവസാനിപ്പിച്ചത്, എല്ലാം കൂടെ മതിയാക്കരുത്. ഒരിക്കൽ പോലും നിന്റെ മനസ്സിൽ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിന് നിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോ മടുപ്പ് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അദൃശ്യങ്ങളായവ ആ മഹത്വത്തിലേക്ക് ഒരു ദൃശ്യ മനുഷ്യന് ഇങ്ങനെ നമ്മൾ പറയില്ലേ, ആ ഉന്നതമായ ഒരു ലക്ഷ്യം മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റാതെ പോകുമ്പോൾ മനസ്സ് തകരാൻ തുടങ്ങും. നമ്മൾ വീണ്ടും അധ്വാനിച്ചുകൊണ്ടിരിക്കുക. മനസ്സ് തളരുന്ന അനുഭവത്തിലും വീണു പോകുന്ന അനുഭവത്തിലും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന, പ്രത്യാശ നഷ്ടപ്പെടുന്ന, മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയില്ലാതെ തോന്നുന്ന അനുഭവങ്ങളിലും നമ്മൾ മുന്നോട്ട് പോകാൻ കരുത്തെടുക്കുക. കാരണം എന്താ? വരാനിരിക്കുന്ന മഹത്വത്തിലേക്ക് നമ്മുടെ കണ്ണുകൾക്ക് ഒരു ദർശനം കിട്ടിയതുകൊണ്ട്. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 35-ാമത്തെ വചനം വായിച്ച്, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. അതായത് മരിക്കുന്നത് വരെയും പീഡനങ്ങളും അസ്വസ്ഥതകളും പ്രഹരങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നു. മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി ഈ പീഡകളിൽ നിന്നും രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല എന്ന വചനം പറയുന്നു. അവര് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോ ഇതിനൊക്കെ തരണം ചെയ്ത്, ഇതിനൊക്കെ സ്വീകരിച്ച് നേരെ മുന്നോട്ട് പോയി. അവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല. പീഡനങ്ങളുണ്ടായപ്പോ ജീവിതം അങ്ങോട്ട് നിർത്തിയേക്ക, എല്ലാം അവസാനിപ്പിച്ചേക്ക ഒന്ന് ചിന്തിച്ചില്ലെന്ന്. അവരത് സ്വീകരിച്ചു, അതിനെടുത്ത് മുന്നോട്ട് പോയി. കാരണം എന്താ? മെച്ചപ്പെട്ട ഒരു പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ഒരു ദർശനം അവർക്കുണ്ടായിരുന്നു. ഇതെല്ലാം, ഈ സഹനവും ഈ വേദനയും ഒക്കെ ക്ഷണികമാണ്, ഇത് കടന്നുപോകുമെന്നുള്ള ബോധ്യം അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. കടന്നുപോകും, വിശ്വസിക്ക്, എല്ലാം കടന്നു പോകും അല്ലെ. വചനം പറയുന്ന പോലെ ആകാശവും ഭൂമിയും കടന്നു പോകും. കടന്നു പോകാത്തതൊന്നേ ഉള്ളൂ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവന്റെ മാറ്റമില്ലാത്ത വചനം. തന്ന ചില ആലോചനകളിൽ ഒന്നാണ് എല്ലാം കടന്നു പോകും.